Hi friends, welcome to Magic Post. Today we are going to study about types of post office, close to of PO Gate Part 1. PO Gate Part 1 continuation ആണ് Section 1 General, അതിലെ Close 1 പറഞ്ഞു Organization and Control, then Close 2 Types of Post Office. Close 2 related to types of post office. There are three types of post office: head post office, sub post office and a branch post office. First one, head post office. A head office is the main office of a group post office consisting of itself and a number of small offices called sub and branch offices, which have been placed under its account jurisdiction. It is the main office of accounts for itself and for all the sub and branch offices. Monetary transactions of the both offices are incorporated in its account. A head office is the main office of a group post office consisting of itself and a number of small offices called sub and branch offices, which have been placed under its account jurisdiction. ഒരു ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു മെയിൻ പോസ്റ്റ് ഓഫീസിന്റെ മെയിൻ പോസ്റ്റ് ഓഫീസിന്റെ ഉള്ളിൽ വരുന്നതാണ് എന്താ ഹെഡ് ഓഫീസ്. എന്താണ്? അക്കൗണ്ട് ഫോർ ഇറ്റ് സെൽഫ്, അതായത് അവിടുത്തെ എല്ലാ അക്കൗണ്ടിങ് കാര്യങ്ങളും നടത്തുന്നത് ഹെഡ് ഓഫീസ് ആയിരിക്കും. അതുകൂടാതെ എന്താണ്? അതിൻ്റെ അടിയിൽ വരുന്ന സബ് ഓഫീസിൻ്റെയും ബ്രാഞ്ച് ഓഫീസിൻ്റെയും അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് എല്ലാനും കൈകാര്യം ചെയ്യുന്നത് ഹെഡ് ഓഫീസ് ആയിരിക്കും. A head office is the main office of a group post office consisting of itself and a number of small offices called sub and branch offices, which have been placed under its account jurisdiction. അപ്പോൾ ഈ സബ് ഓഫീസും ബ്രാഞ്ച് ഓഫീസും അവരുടെ അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് ഒക്കെ എങ്ങോട്ടാണ് അയക്കണത്? അതായത് ഹെഡ് ഓഫീസിലായിരിക്കും. അപ്പോൾ ഇവിടുത്തെ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും എല്ലാവരും ചെക്ക് ചെയ്യുന്നതും എല്ലാ അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ നടത്തുന്നത് ഹെഡ് ഓഫീസ് ആയിരിക്കും. ഹെഡ് ഓഫീസ് ആയിരിക്കും മെയിൻ ഓഫീസ്. അതിൻ്റെ കീഴിൽ വരുന്നതാണ് എന്താ? സബ് ഓഫീസും ബ്രാഞ്ച് ഓഫീസും. അപ്പോൾ ഡേ എൻഡിൽ വരുന്ന എല്ലാ അക്കൗണ്ടിങ് ട്രാൻസാക്ഷനും എങ്ങോട്ട് നമ്മൾ അയക്കണം? ഹെഡ് ഓഫീസിലേക്ക് അയക്കണം. അവരായിരിക്കും എല്ലാവരും മോണിറ്ററൈസ് ചെയ്യുക. Then it is the main office of account for itself and for all sub and branch office. അതിൻ്റെ അക്കൗണ്ടിങ് കാര്യങ്ങൾ നടത്തുന്നത് ഹെഡ് ഓഫീസ് ആയിരിക്കും. അതുപോലെ തന്നെ സബ് ഓഫീസിൻ്റെയും ബ്രാഞ്ച് ഓഫീസിൻ്റെയും കാര്യങ്ങൾ അവരായിരിക്കും. ദെൻ ദ ഓഫീസ് ഇൻ ചാർജ് ഓഫ് ഹെഡ് പോസ്റ്റ് ഓഫീസ് ഈസ് ഹെഡ് പോസ്റ്റ് മാസ്റ്റർ. ഹു ഈസ് ദ ഓഫീസ് ഇൻ ചാർജ്? ഹെഡ് പോസ്റ്റ് മാസ്റ്റർ. The head post office in the more important cities are in the charge of gazetted officers, and such head officers are referred to as a first class head officer. എന്താണ്? The head post office in the more important cities are in the charge of gazetted officers, and such a head office are referred to as a first class head officer. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിറ്റീസിൽ നമ്മുടെ ഹെഡ് ഓഫീസിൻ്റെ ഓഫീസ് ഇൻചാർജ് ആരായിരിക്കും? ഒരു ഗസറ്റഡ് ഓഫീസർ ആയിരിക്കും. ആ ഗസറ്റഡ് ഓഫീസറെ ഇൻചാർജ് ആയിട്ടുള്ള ആ പോസ്റ്റ് ഓഫീസിനെ എന്താ പറയുന്നത്? ഫസ്റ്റ് ക്ലാസ് ഹെഡ് ഓഫീസ്. എന്താണ്? ദ ഹെഡ് പോസ്റ്റ് ഓഫീസ് ഇൻ ദ മോർ ഇമ്പോർട്ടൻറ്റ് സിറ്റീസ് ആർ ഇൻ ദ ചാർജ് ഓഫ് ഗസറ്റഡ് ഓഫീസേഴ്സ് ആൻഡ് സച്ച് എ ഹെഡ് ഓഫീസേഴ്സ് ആർ റെഫേർഡ് ടു ആസ് എ ഫസ്റ്റ് ക്ലാസ് ഹെഡ് ഓഫീസർ. The first class head officer in charge of gazetted officers who have the power of സൂപ്രണ്ടന്റ് ഓഫ് പോസ്റ്റ് ഓഫീസ്. അതായത് ആ ഗസറ്റഡ് ഓഫീസേഴ്സിന് സൂപ്രണ്ടന്റ് ഓഫ് പോസ്റ്റ് ഓഫീസിന്റെ എല്ലാ അധികാരങ്ങളും ഉണ്ടാവും. അപ്പോൾ എന്താണ് ഹെഡ് പോസ്റ്റ് ഓഫീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഹെഡ് പോസ്റ്റ് ഓഫീസ് ഈസ് ദ മെയിൻ ഓഫീസർ, അല്ലെ? മെയിൻ ഓഫീസ് ഓഫ് ഗ്രൂപ്പ് പോസ്റ്റ് ഓഫീസർ കൺസിസ്റ്റിംഗ് ഓഫ് സബ് ആൻഡ് ബ്രാഞ്ച് ഓഫീസേഴ്സ് ആൻഡ് ഓൾ അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് ഓഫ് such offices are incorporated in main office. Head office can be classified into two: General Post Office and other HOs. GPO means എന്താണ്? General Post Office. GPO stands for General Post Office. The first class head office situated at the headquarters of the circle or where there is more than one such a head offices, the one attached to the headquarters is termed as General Post Office. There are 26 GPOs. 3 GPOs headed by director, that is Mumbai, New Delhi and Kolkata. There are 2 GPOs are working in Delhi, Maharashtra, Madhya Pradesh and Odisha circle, and Andhra Pradesh and APS, that is Army Postal Service, doesn't have GPOs.
അതായത് ജനറൽ പോസ്റ്റ് ഓഫീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ദ ഫസ്റ്റ് ക്ലാസ് ഹെഡ് ഓഫീസ് സിറ്റുവേറ്റഡ് അറ്റ് ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ദ സർക്കിൾ. അതായത് ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് സർക്കിളിന്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ സ്ഥിതി ചെയ്യുന്ന ഫസ്റ്റ് ക്ലാസ് ഹെഡ് ഓഫീസിനെയാണ് എന്ത് പറയുന്നത് ജനറൽ പോസ്റ്റ് ഓഫീസ്. ഇറ്റ് ഈസ് ദ head office situated at the headquarters of the circle or where there is more than one such a head offices. The one attached to the headquarter is termed as a general post office. ഇനി അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് where there is more than one such a head office, അതായത് ഒന്നോ അതിലധികമോ ഹെഡ് ഓഫീസ് ഉണ്ടെങ്കിൽ ഒരു ഓഫീസ് എന്തുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടുള്ള ആ പോസ്റ്റ് ഓഫീസിനെയാണ് എന്ത് പറയുന്നത് ജനറൽ പോസ്റ്റ് ഓഫീസ്. ഇപ്പൊ നമുക്കൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ കേരളയുടെ പോസ്റ്റൽ സർക്കിൾ ആണ് എന്ത് കേരള പോസ്റ്റൽ സർക്കിളിന്റെ ഹെഡ് ക്വാർട്ടർ ആണ് ട്രിവാൻഡ്രം. അപ്പൊ ആ ട്രിവാൻഡ്രം എന്താണ് ഹെഡ് ക്വാർട്ടേഴ്സിൽ സ്ഥിതി ചെയ്യുന്ന ആ പോസ്റ്റ് ഓഫീസിനെ എന്ത് പറയാം ഫസ്റ്റ് ക്ലാസ് ആ ട്രിവാൻഡ്രം അവിടെ സ്ഥിതി ചെയ്യുന്ന ആ പോസ്റ്റ് ഓഫീസിനെയാണ് എന്ത് പറയുന്നത് ജനറൽ പോസ്റ്റ് ഓഫീസ്. എന്താണ് ഫസ്റ്റ് ക്ലാസ് ഹെഡ് ഓഫീസ് സിറ്റുവേറ്റഡ് അറ്റ് ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ദ സർക്കിളിന്റെ ഹെഡ് ക്വാർട്ടേഴ്സിലോ അല്ലെങ്കിൽ ഒന്നോ അതിലധികമോ ഹെഡ് ഓഫീസ് ഉണ്ടെങ്കിൽ ആ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ആ പോസ്റ്റ് ഓഫീസിനെ ജനറൽ പോസ്റ്റ് ഓഫീസ് എന്ന് പറയും. ഇപ്പോൾ കേരള സർക്കിളിൽ ആ ട്രിവാൻഡ്രത്തുള്ള ആ പോസ്റ്റ് ഓഫീസിനെ ആ ഹെഡ് ക്വാർട്ടേഴ്സിലുള്ള ആ പോസ്റ്റ് ഓഫീസാണ് എന്താ ജനറൽ പോസ്റ്റ് ഓഫീസ്. ഇപ്പോൾ വേറെ സർക്കിൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ആസാം എടുക്കുകയാണെങ്കിൽ ഗുവാഹത്തി അല്ലെ ഗുവാഹത്തിയിലുള്ള ആ ഹെഡ് ക്വാർട്ടേഴ്സിന്റെ അവിടെ സ്ഥിതി ചെയ്യുന്ന ആ പോസ്റ്റ് ഓഫീസ് അതായിരിക്കും എന്താ ഒരു ജനറൽ പോസ്റ്റ് ഓഫീസ്. ഇപ്പോൾ തമിഴ്നാട് എടുക്കുകയാണെങ്കിൽ ചെന്നൈയിലുള്ള ഒരു പോസ്റ്റ് ഓഫീസ് ആയിരിക്കും എന്താ ജനറൽ പോസ്റ്റ് ഓഫീസ്. അപ്പൊ there are 26 GPOs 26 GPOs ആണ് ഉള്ളത്. അതിൽ 3 GPOs ഹെഡ് ചെയ്യുന്നത് ആരാണ് ഡയറക്ടർ ആണ്. നമ്മൾ പറഞ്ഞു ജനറൽ പോസ്റ്റ് ഓഫീസിൽ അവിടെ ഫസ്റ്റ് ക്ലാസ് പോസ്റ്റ് ഓഫീസ് ആണെന്ന് പറഞ്ഞു. അപ്പൊ അവിടുത്തെ ഓഫീസ് ഇൻചാർജ് ആരായിരിക്കും ഗസറ്റഡ് ഓഫീസർ ആയിരിക്കും. അപ്പൊ ഈ 3 GPOs ഹെഡ് ചെയ്യുന്നത് ആരാണ് ഡയറക്ടർ ആണ്. അത് ഏതാണ് ആ 3 GPOs മുംബൈ ന്യൂഡൽഹി ആൻഡ് കൊൽക്കത്ത. അപ്പൊ മുംബൈ ന്യൂഡൽഹി ആൻഡ് കൊൽക്കത്ത are headed by director. Then there are 2 GPOs are working in Delhi, Maharashtra, മധ്യപ്രദേശ് ആൻഡ് ഒഡീഷ സർക്കിൾ. അതായത് ഡൽഹിയിലും മഹാരാഷ്ട്ര മധ്യപ്രദേശ് ഒറീസ ആ സർക്കിളിൽ 2 GPOs ഉണ്ട്. അതാണ് 26 GPOs. നമുക്ക് 23 സർക്കിൾസ് ആണ് ഉള്ളത്. പക്ഷെ ഇവിടെയൊക്കെ എന്തുണ്ട് 2 GPOs വീതമുണ്ട്. അതുകൊണ്ടാണ് 26 GPO. പിന്നെ എന്താണ് ആന്ധ്രാപ്രദേശിനും ആർമി പോസ്റ്റൽ സർക്കിളിൽ എന്തില്ല GPOs ഇല്ല. അപ്പൊ ഏതെല്ലാം സർക്കിളിലാണ് GPOs ഇല്ലാത്തത് ആന്ധ്രാപ്രദേശ് ആൻഡ് APS doesn't have GPOs. പിന്നെ 2 GPOs ഉള്ളത് എന്തിനൊക്കെയാണ് ഡൽഹി മഹാരാഷ്ട്ര മധ്യപ്രദേശ് ആൻഡ് ഒഡീഷ സർക്കിൾ. ജനറൽ പോസ്റ്റ് ഓഫീസ് പറഞ്ഞു 26 ജനറൽ പോസ്റ്റ് ഓഫീസ് ഉണ്ട്. പിന്നെ 3 ജനറൽ പോസ്റ്റ് ഓഫീസ് ഹെഡ് ചെയ്യുന്നത് ആരാണ് ഡയറക്ടർ ആണ്. ആന്ധ്രാപ്രദേശിനും ആർമി പോസ്റ്റൽ സർക്കിളിനും എന്തില്ല ജനറൽ പോസ്റ്റ് ഓഫീസ് ഇല്ല. പിന്നെ ഡൽഹി മഹാരാഷ്ട്ര മധ്യപ്രദേശ് ആൻഡ് ഒഡീഷ സർക്കിൾ ഹാവ് 2 GPOs. നെക്സ്റ്റ് വൺ ആണ് സബ് ഓഫീസ്. It is the subordinate office to HOs and control as account office for its BOs. എന്താണ് ഇറ്റ് ഈസ് എ സബോർഡിനേറ്റ് ഓഫീസ് ടു HOs ആൻഡ് കൺട്രോൾ ആസ് അക്കൗണ്ട് ഓഫീസ് ഫോർ ഇറ്റ്സ് BOs. അതായത് ഹെഡ് ഓഫീസിന്റെ സബോർഡിനേറ്റ് ആയിട്ട് വരുന്നതാണ് എന്ത് സബ് ഓഫീസ്. ബ്രാഞ്ച് ഓഫീസിന്റെ മുകളിൽ വരുന്നതാണ് എന്ത് സബ് ഓഫീസ്. അതായത് ഇറ്റ് ഈസ് ദ സബോർഡിനേറ്റ് ഓഫീസ് ടു HOs ആൻഡ് കൺട്രോൾ ആസ് അക്കൗണ്ട് ഓഫീസ് ഫോർ ഇറ്റ്സ് BOs. അതായത് BOസിന്റെ അക്കൗണ്ട് ഓഫീസ് ഏതായിരിക്കും സബ് ഓഫീസ് ആയിരിക്കും. സബ് ഓഫീസിന്റെ അക്കൗണ്ട് ഓഫീസ് ഏതായിരിക്കും ഹെഡ് ഓഫീസ് ആയിരിക്കും. അപ്പോൾ ഇറ്റ് ഈസ് ദ സബോർഡിനേറ്റ് ഓഫീസ് ടു HOs ആൻഡ് കൺട്രോൾ ആസ് അക്കൗണ്ട് ഓഫീസ് ഫോർ ഇറ്റ്സ് BOs. SOs പ്രൊവൈഡ് മെയിൽസ് ബാങ്കിങ് ഇൻഷുറൻസ് റീറ്റെയിൽ സർവീസ്. അതായത് സബ് ഓഫീസിൽ നമുക്ക് മെയിൽസ് ബുക്ക് ചെയ്യാം, അതുപോലെ തന്നെ ബാങ്കിങ് ട്രാൻസാക്ഷൻസ് നടത്താം. അതായത് എന്താണ് എസ് ബി ട്രാൻസാക്ഷൻസ് നടത്താം, ഇൻഷുറൻസ് ഉണ്ടാവും, PLI RPLI, അതുപോലെ തന്നെ റീറ്റെയിൽ സർവീസ് എല്ലാ കാര്യങ്ങളും സബ് ഓഫീസിൽ ഉണ്ടാവും. ഇനി heads of SO ആരാണ് ഹെഡ് സബ് പോസ്റ്റ് മാസ്റ്റർ SPM is the office in charge of sub post office. ഹെഡ് ഓഫ് സബ് ഓഫീസ് ആണ് ആര് സബ് പോസ്റ്റ് മാസ്റ്റർ SPM. Then types of SOs. SOs can be classified into time scale post office and selection grade post office. There are 3 classes in time scale post office: C class, B class and A class. Then
there are two selection grade post office, lower selection grade and higher selection grade. Then a town sub office ഉണ്ട്, then MDG SOs ഉണ്ട്. അപ്പോൾ എന്താണ്, അതായത് സബ് ഓഫീസിന് നമുക്ക് ടൈം സ്കെയിൽ പോസ്റ്റ് ഓഫീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ആ ടൈം സ്കെയിൽ പോസ്റ്റ് ഓഫീസിൽ 3 എണ്ണം വരുന്നുണ്ട്. എന്താണ്? സി ക്ലാസ്, ബി ക്ലാസ് ആൻഡ് എ ക്ലാസ്. സി ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സിംഗിൾ ഹാൻഡഡ്, അവിടെ ഒരു ഓഫീസർ മാത്രമേ ഉണ്ടാവുള്ളൂ. സി ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ സിംഗിൾ ഹാൻഡഡ്. ദെൻ ബി ക്ലാസ്, ഇറ്റ് ഈസ് എ ഡബിൾ ഹാൻഡഡ്, 2 PAs ഉണ്ടാവും, അതാണ് എന്താ? ഡബിൾ ഹാൻഡഡ്. ദെൻ സി ക്ലാസ് എന്താണ്? ട്രിപ്പിൾ പ്ലസ് ഹാൻഡഡ്, അവിടെ 3 അതിലധികമോ ഓഫീസേഴ്സ് ഉണ്ടാവും, അതാണ് സി ക്ലാസ് സബ് ഓഫീസ്. അപ്പോൾ എന്താണ്? ടൈം സ്കെയിൽ പോസ്റ്റ് ഓഫീസിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. സി ക്ലാസ്, ബി ക്ലാസ്, എ ക്ലാസ്. സി ക്ലാസ്സിൽ എന്തായിരിക്കും? സിംഗിൾ ഹാൻഡഡ്. ബി ക്ലാസ് ഡബിൾ ഹാൻഡഡ്. ദെൻ എ ക്ലാസ് ട്രിപ്പിൾ പ്ലസ് ഹാൻഡഡ്. Then selection grade post office, there are two selection grade post office, lower selection grade and higher selection grade. Then there is a town post office and MDG SOs. MDG means എന്താണ്? മുഖ്യ ഡാക്. MDG means മുഖ്യ ഡാക്. സബ് ഓഫീസിന്റെ ക്ലാസിഫിക്കേഷനിൽ പറഞ്ഞതായിരുന്നു എന്ത്? ടൗൺ സബ് ഓഫീസ്. എന്താണ് ടൗൺ സബ് ഓഫീസ്? എ സബ് ഓഫീസ് സിറ്റുവേറ്റഡ് ഇൻ എ ടൗൺ ഓർ ഇറ്റ്സ് എ സബേർബ്സ് where there is also a head office is termed as a town sub office. A town sub office is situated in a town. ടൗണിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന ആ സബ് ഓഫീസിനെയാണ് എന്ത് പറയുന്നത്? ടൗൺ സബ് ഓഫീസ്. ഇനി നെക്സ്റ്റ് ടോപ്പിക് ആണ് എന്താ? ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസ്. എന്തായിരിക്കും ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസ്? എ ബ്രാഞ്ച് ഓഫീസ് ഈസ് എ പോസ്റ്റ് ഓഫീസ് ഓഫ് ലോവർ സ്റ്റാറ്റസ് ദാൻ എ സബ് ഓഫീസ്. സബ് ഓഫീസിന്റെ കീഴിൽ വരുന്ന ഒരു പോസ്റ്റ് ഓഫീസ് ആണ് എന്താ? ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസ്. ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസിലെ ഓഫീസർ ഇൻ ചാർജ് ആരായിരിക്കും? BPM, ദാറ്റ് ഈസ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ. ദെൻ അവിടുത്തെ മാക്സിമം ടൈം പീരീഡ് 5 hours, മിനിമം 4 hours ആയിരിക്കും. മാക്സിമം 5 hours, മിനിമം 4 hours. ദെൻ അതിൽ തന്നെ ഒരു സബായിട്ട് പറയുന്നതാണ് എന്താ? ടൗൺ BOs, ടൗൺ ബ്രാഞ്ച് ഓഫീസ്. എന്തായിരിക്കും? എ ബ്രാഞ്ച് ഓഫീസ് സിറ്റുവേറ്റഡ് ഇൻ എ ടൗൺ ഓർ ഇറ്റ്സ് സബ്റൺ where there is also a head office is termed as a town branch office. Then it is a direct account with the head or a sub office which is termed in accounts office and its monetary transactions are incorporated in the account of a later office. അതായത് ബ്രാഞ്ച് ഓഫീസിന്റെ മോണിറ്ററി ട്രാൻസാക്ഷൻസ് ഒക്കെ ആരുടെ ഇതിലായിരിക്കും? അതായത് സബ് ഓഫീസിന്റെ കീഴിലായിരിക്കും. അപ്പോൾ ഇവിടുത്തെ ഡേ എൻഡ് ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും ഇവിടെ നടന്നിട്ടുള്ള എന്താ SB ട്രാൻസാക്ഷൻസും PLAയുടെയും RPLAയുടെയും എല്ലാ കാര്യങ്ങളും നമ്മൾ എങ്ങോട്ടാണ് അയച്ചു കൊടുക്കുന്നത്? സബ് ഓഫീസിലേക്ക് അയച്ചു കൊടുക്കും. അവരാണ് നമ്മുടെ അക്കൗണ്ടിങ് കാര്യങ്ങളൊക്കെ ടാലി ആക്കിയും എല്ലാം ചെയ്യുന്നത്. അപ്പോൾ സബ് ഓഫീസ് എന്താണ്? ഡയറക്റ്റ് കൺട്രോൾ വിത്ത് HOs ആൻഡ് SOs. ഓഫീസ് ഇൻചാർജ് ആരാണ്? BPM, ദാറ്റ് ഈസ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ. മാക്സിമം വർക്കിംഗ് അവേഴ്സ് 5 hours ആണ്, മിനിമം 4 hours.